ഹലോ ഫ്രണ്ട്സ്, ടർബോജോവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വെന്യൂടെ ചെയ്തപ്പോൾ പറഞ്ഞു ഹോണ്ട സിറ്റി 2 അടിപൊളി ഹോണ്ട സിറ്റി വരുന്നു പറഞ്ഞു. ഇതാക്കാണ് ഹോണ്ട സിറ്റി വന്ന് 2 കിടിലൻ ഹോണ്ട സിറ്റി. അപ്പോൾ നമുക്ക് ഡിസംബറിൽ നമ്മളൊരു ഹോണ്ട സിറ്റി ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി വന്നതാണ്. അപ്പോൾ അന്ന് കാത്തിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല 2 ഹോണ്ട സിറ്റി. ഇത് ടോപ്പിൻ്റെ വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കാണ്. 2020 മോഡല് ZX ഓട്ടോമാറ്റിക്. ഇത് 2022 മോഡല് മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പം മാനുവൽ നോക്കണവർക്ക് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് നോക്കണവർക്ക് ഇത് അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട്. രണ്ടും പെട്രോളാണ്, സിംഗിൾ ഓണറാണ്, ലോ കിലോമീറ്റർ വണ്ടികളാണ്. അപ്പോൾ ഹോണ്ട സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നല്ല നല്ല വണ്ടികൾ, യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഹോണ്ട സിറ്റി, 2 ഹോണ്ട സിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടോപ്പൻറ്റും രണ്ടും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ട് ഇതിൻ്റെ വില വിവരങ്ങളും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ 2 ഹോണ്ട സിറ്റി, ഒന്ന് നമ്മുടെ VX, ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് VX വേരിയൻ്റ് ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള റെഡ് കളറ് ZX വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക്. അപ്പോൾ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. രണ്ടും പെട്രോളാണ്, രണ്ടും സിംഗിൾ ഓണറാണ്, വളരെ ലോ കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് VX വേരിയൻറ്റും ഇത് ടോപ്പിൻ്റെ മേലെ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫീച്ചർ വൈസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പിൻ്റെ വേരിയൻറ്റ് നോക്കാം. റെഡ് കളറ്. അപ്പോൾ ഇത് വരുന്നത് 2020 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഹോണ്ട സിറ്റി ടോപ്പിൻ്റെ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി, 2020 മോഡല്. ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ്, നല്ല കണ്ടീഷൻ. മുകളിൽ നോക്കുക നിങ്ങൾ, സൺറൂഫും ഷാർക്ക് ഫിൻ ആൻറ്റിനെയും. ഇനി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം. ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഈ സൈഡ് നമുക്ക് ഡോറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഇൻറ്റീരിയറാണ് കേട്ടോ. ഇപ്പോൾ ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം ഇത് തട്ടോ മുട്ടോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരുമ്പോഴും വണ്ടി നോക്കുക, ടെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ, ഉള്ളിൽ പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ കണ്ട ഒരു എല്ലാ ഭാഗവും നിങ്ങൾ ചെക്ക് ചെയ്തോ. ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ നല്ല ബീജ് കളറിൽ റിച്ച് ഇൻറ്റീരിയർ. ഞാൻ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ, പ്രൊഫഷണൽ ഇതിലൊക്കെയുള്ള ലേഡീസിന് ഓട്ടോമാറ്റിക് വണ്ടി, അതായത് ഹസ്ബൻഡിനും വൈഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ല വണ്ടി, നല്ല ബ്രാൻഡ് ക്വാളിറ്റിയും നല്ല എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ. അപ്പോൾ എത്ര നീറ്റാണ് വണ്ടി എന്നുള്ളത് നിങ്ങൾ നോക്കാട്ടോ. സ്റ്റിയറിങ് ഫുൾ ഫീച്ചർ ലോഡഡ്, എല്ലാവിധ ഫീച്ചേഴ്സും ഒക്കെയുള്ള ടോപ്പിൻ്റെ വേരിയൻറ്റ് 2020 മോഡൽ സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 13,75,000 രൂപയാണ് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി 2020 മോഡല് 13,75,000 രൂപയാണ് വരുന്നത്. 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, ഇപ്പോഴും ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾ എന്നെ ഒന്ന് കണ്ട് ബോധ്യപ്പെടാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നിങ്ങൾ നോക്കുക. വന്നിട്ട് നിങ്ങൾ ഫുൾ രീതിയിൽ നിങ്ങൾ മെക്കാനിക്കിനോടൊന്ന് പരിശോധിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിശോധിക്കുക. എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുള്ളൊരു വണ്ടിയാണ്. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫർട്ടാണ്, ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നെ എൻജിൻ ലൈഫ്, ഇതിൻ്റെ ഈ ഐവിടെക് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള, ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. കിലോമീറ്റേഴ്സ്, ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് പുട്ടുപോലെ ഓടിക്കോളും വണ്ടി. നിങ്ങൾക്ക് ഹോണ്ടയുടെ എൻജിനെ കുറിച്ചിട്ട് രണ്ടാമതൊരു അഭിപ്രായം മാർക്കറ്റിലില്ല. അത്രയും നല്ല വണ്ടി. പിന്നെ നല്ല റീസേവ് വാല്യൂ, പിന്നെ ഉള്ളിൽ ബൂട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഇതിലാണെങ്കിൽ പുതിയ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഫീച്ചർ റിച്ച് വണ്ടി, ഓടിക്കാൻ നല്ല ഫൺ ടു ഡ്രൈവ്, നല്ല കംഫർട്ട്, റിലയബിലിറ്റി, റീസെയിൽ വാല്യൂ എല്ലാം കൊണ്ടും ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ട് സ്മാർട്ട് ചോയ്സാണ്. ഫുൾ ഫീച്ചർ റിച്ച്. കണ്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളും, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, സകലമാന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി. പിന്നെ റെഡ് കളറ്, അതിൻ്റെ ഉള്ളിലെ ബീച്ച് കളറ്, രണ്ടും കൂടി നല്ലൊരു എന്താ പറയുക ഡേഞ്ചറസ് കോമ്പിനേഷൻ. അപ്പോൾ 2020 മോഡല് ZX ഓട്ടോമാറ്റിക് പെട്രോൾ സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ, ആസ്കിംഗ് പ്രൈസ് 13,75,000 രൂപ കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ റൈറ്റ് സൈഡിലുള്ള വണ്ടി നോക്കാം. ഇത് ഹോണ്ട സിറ്റി, ഇത് VX ആണ്. അപ്പോൾ
അപ്പോൾ അത് ഓട്ടോമാറ്റിക്, ഇത് VX മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ട, കുറച്ചും കൂടി മൈലേജ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ പോകാം, നമ്മുടെ ഇഷ്ടത്തിന് പൊളിച്ചോടിക്കാൻ മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത് വരുന്നത് ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള വണ്ടിയാണ്. ഇത് 2022 മോഡലാണ് കേട്ടോ. VX എന്ന് പറയുമ്പോൾ അപൂർവം കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം, വളരെ നീറ്റായിട്ടുള്ള, നമ്മൾ നല്ല നീറ്റായിട്ടുള്ള വണ്ടികൾ തന്നെ കൊണ്ടുവരുള്ളൂ കേട്ടോ. ഇതിലും സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുൾ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇത് 2022 മോഡല്, 2022 നവംബർ കേട്ടോ, 2023 തന്നെ പറയാൻ വേണമെങ്കിൽ. കാലിറ്റർ രജിസ്ട്രേഷനുള്ള ഗോൾഡൻ ബ്രൗൺ സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. വളരെ നല്ല കണ്ടീഷൻ. ഇത് നോക്കാം, ബീച്ച് കളർ ഇൻറ്റീരിയർ, അതൊരു അഴക് തന്നെയാട്ടോ. ഈ സൈഡിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ്, തട്ടോ മുട്ടോ ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ്. പേസ്റ്റിങ്ങും ഗ്ലാസും റീപ്ലേസ്മെൻറ്റും പഞ്ച് മാർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടൊന്ന് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കുക, ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കുക. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12,70,75,000 രൂപയാണ്. പ്രൈസ് വരുന്നത് 12.75 lakhs ആണ് ഇതിൻ്റെ വരുന്നത്. 2022 മോഡല്, നവംബർ മാസമുള്ള വണ്ടി, 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി, സിംഗിൾ ഓണർ, 12,70,75,000 രൂപ. ഓഫർ പ്രൈസ്. കാരണം പില്ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നീറ്റായിട്ടുള്ള വണ്ടി, ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല, ഫ്ലഡ് ഇല്ല. ഹോണ്ടയുടെ വിശ്വാസ്യത, റീസെയിൽ വാല്യൂ, കംഫർട്ട്, നേരത്തെ നമ്മൾ ആ റെഡ് ZX പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, അതായത് നിങ്ങൾക്ക് മാനുവൽ വേണോ ഓട്ടോമാറ്റിക് വേണോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അത് കളറിൻ്റെ ചോയ്സും. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ പറയട്ടെ, ഒരു ഫാമിലിക്ക് പറ്റിയ, ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും നല്ല സെഡാൻ എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി തന്നെയാണ്. പിന്നെ രണ്ടിനും നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം 90%, 100% ലോൺ വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അങ്ങനെ 2 കിഡിലൻ ഹോണ്ട സിറ്റികൾ നമ്മൾ കണ്ടു. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, അതായത് ടോപ്പിൻ്റെ വേണോ അതോ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് വേണോ, കളറ് എല്ലാം നിങ്ങളുടെ ഇഷ്ടം, പ്രൈസൊക്കെ. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പർ 8184000666 പേഴ്സണൽ നമ്പറാണ്. നിങ്ങൾക്ക് ഏത് നേരം വേണമെങ്കിലും മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. രണ്ടിനും ഫിനാൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും. പിന്നെ ഇതുപോലെ മികച്ച വണ്ടികളുടെ വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഹോണ്ടയുടെ 2 സിറ്റി, ഇനി ഇത് ഞാൻ വീണ്ടും പറയുന്നു, 2 ജാസ്, കിഡിലൻ 2 ജാസ് കൂടി വരുന്നുണ്ട്. വരുന്നു പറഞ്ഞാൽ വന്നിരിക്കും, കൊണ്ടുവന്നിരിക്കും കിഡിലൻ വണ്ടികൾ. അപ്പോൾ 2 വെന്യൂ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളൊന്ന് പോയി കാണാം. അത് കണ്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കയറി കാണാം. നല്ല 2 വെന്യൂ ഉണ്ട്. അതിന് മുന്നേ നല്ലൊരു ക്രിസ്റ്റി ഉണ്ട്. അപ്പോൾ നല്ല വണ്ടികളാണ് കൊണ്ടിരുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി, നിങ്ങൾക്ക് സമാധാനത്തോടെ വാങ്ങാൻ പറ്റുന്ന വണ്ടികളാണ് കൊണ്ടിരുന്നത്. അപ്പോൾ വയ്യാണ്ടേ, നല്ല വെയിലും കടുത്ത ചൂട് ഭയങ്കരമാണ്, പിന്നെ വയ്യാണ്ടേ. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്.